+1 അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യാൻ പോകുന്ന കുട്ടികൾ കയ്യിൽ കരുതേണ്ടുന്ന രേഖകൾ, സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യമായിട്ട് വേണ്ട നിങ്ങളുടെ രജിസ്റ്റർ നമ്പറാണ്. രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾ SSLC എക്സാം എഴുതാനായിട്ട് ഉപയോഗിച്ച ആ നമ്പർ, നിങ്ങൾ റിസൾട്ട് നോക്കിയ ആ നമ്പർ, അതാണ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ. അത് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് രജിസ്റ്റർ നമ്പറാണ് ആദ്യമായിട്ട് നിങ്ങൾ കരുതേണ്ടത്. തുടർന്ന് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിന്റെ ഫോട്ടോ കോപ്പി, അതായത് ഇപ്പൊ റിസൾട്ട് വന്ന സമയത്ത് നിങ്ങളെല്ലാം ചെക്ക് ചെയ്ത ആ മാർക്ക് ലിസ്റ്റ്, അതായത് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ലിസ്റ്റിന്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്തു വെക്കാം. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് അവിടെ ഓൾറെഡി വരും. പക്ഷെ അക്ഷയ സെന്ററിലൊക്കെ നിങ്ങൾ പോകുന്ന സമയത്ത് അവർക്ക് നിങ്ങളുടെ ഒരു മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി അവരോട് ചോദിക്കും. അപ്പോൾ മാർക്ക് ലിസ്റ്റിന്റെ ഒരു കോപ്പി കൂടി നിങ്ങൾ അവിടെ എടുത്തു വെക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ബോണസ് പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കരുതി വെക്കുക. കാരണം അതിന്റെ അപ്ഡേറ്റ്സുകളൊക്കെ വരുന്നതേ ഉള്ളൂ. എങ്കിലും നിങ്ങൾ ആ ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, അതൊക്കെ ഒന്ന് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കരുതി വെക്കുക. അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നതേ ഉള്ളൂ. ഗ്രേസ് മാർക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വരുന്ന അപ്ഡേറ്റുകളെ അറിയാൻ പറ്റും. അതായത് SPC, JRC, NCC തുടങ്ങിയ അതിൽ നിന്ന് കിട്ടിയ പോയിന്റുകളാണ് നിങ്ങളുടെ ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. എങ്കിൽ നിങ്ങൾ അത് കരുതി വെക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ സ്കൂളിൽ നിന്ന് TCയും അതേപോലെ തന്നെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റും കിട്ടും. അപ്പൊ അതിന്റെ ഫോട്ടോ കോപ്പി നിങ്ങൾ കരുതി വെക്കുക. അതേപോലെ ക്ലബ് സർട്ടിഫിക്കറ്റ് ആണ് അടുത്തത് വേണ്ടത്. നിങ്ങളിപ്പോൾ സ്കൂളിൽ ഓരോ ക്ലബ്ബുകളിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാം ഏത് ക്ലബ്ബിലും. ഇപ്പോൾ മാത്സ് ക്ലബ്ബ് ഉണ്ട്, സയൻസ് ക്ലബ്ബ് ഉണ്ട്, ആർട്സ് ക്ലബ്ബ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഏത് ക്ലബ്ബിലാണോ നിങ്ങളുള്ളത് അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കയ്യിൽ കരുതുക. പിന്നെ വേണ്ടത് ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പിയാണ്. നിങ്ങൾക്ക് അവിടെ ആവശ്യം ആധാർ കാർഡിന്റെ നമ്പർ ആണ്. എങ്കിലും അവർ ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പി കൂടി ആവശ്യപ്പെട്ടേക്കാം. അപ്പൊ ആധാർ കാർഡിന്റെ ഒരു ഫോട്ടോ കോപ്പി കൂടി എടുത്തു വെക്കുക. പിന്നെ നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ സ്കൂളുകളിലാണ് ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നത്, ഏതൊക്കെ കോഴ്സിനാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്, അതിന് നമ്മൾ ആ സ്കൂളിന്റെ പേരല്ല കൊടുക്കുന്നത്, പകരം ആ സ്കൂളിൽ ഒരു കോഡ് ഉണ്ടായിരിക്കും. അപ്പോ ആ സ്കൂളിന്റെ കോഡും അതേപോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന ആ സബ്ജക്ട് അല്ലെങ്കിൽ കോഴ്സ് ഏതാണ്. ഇപ്പൊ ബയോസയൻസ് എടുക്കുന്ന കുട്ടികൾക്ക് ഒരു കോഡ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്കൊരു കോഡ് ഉണ്ടായിരിക്കും. അപ്പൊ ഓരോ കോഴ്സിനും ഓരോ കോഡ് ഉണ്ട്. കൊമേഴ്സ് ആണെങ്കിൽ അതിനൊരു കോഡ് ഉണ്ടായിരിക്കും. അപ്പൊ ആ സ്കൂളും അതേപോലെ തന്നെ ആ കോഡ്, കോഴ്സിന്റെ കോഡും കൃത്യമായിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് തന്നെ കൊടുക്കുക. അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, ഇത് മൂന്നും റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സമയത്ത് ഇതിന്റെ വിവരങ്ങളെല്ലാം അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകമായിട്ട് കരുതണം എന്നില്ല. അതുകൊണ്ട് അതെല്ലാം നിങ്ങളുടെ എവിടെ ഉണ്ടായിരിക്കും, നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. അതേപോലെ തന്നെ EWS സർട്ടിഫിക്കറ്റ്. EWS സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് മുന്നോക്ക വിഭാഗങ്ങളിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് 10% സംവരണം ലഭിക്കാൻ വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണത്. അപ്പോ അത് ആർക്കൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, അതേപോലെ തന്നെ ആ പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് കരുതേണ്ടത്. അപ്പോൾ മെയിൻ ആയിട്ട് നോക്കാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൻ ആയിട്ട് എന്തെല്ലാം സർട്ടിഫിക്കറ്റുകളാണ് കരുതേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വേണം, അതേപോലെ തന്നെ മാർക്ക് ലിസ്റ്റിന്റെ ഫോട്ടോ കോപ്പി വേണം, പിന്നെ TCയും അതേപോലെ തന്നെ നിങ്ങളുടെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, പിന്നെ ആധാർ കാർഡ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് ഏത് സ്കൂൾ കോഡും അതേപോലെ തന്നെ കോഴ്സ് കോഡും. പിന്നെ ഇതിനെല്ലാം പുറമെ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പറും കൂടെ നിങ്ങൾ കരുതി വെക്കണം. നിങ്ങൾ അവിടെ കൊടുക്കുന്ന മൊബൈൽ നമ്പറിലായിരിക്കും നിങ്ങൾക്ക് തുടർന്ന് വരുന്ന അലോട്ട്മെന്റിന്റെ എല്ലാ പ്രോസസ്സും നടക്കാനുള്ള അപ്ഡേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പറും കൂടി നിങ്ങൾ കരുതി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇനി എങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യണം, ഏതൊക്കെ കോഴ്സാണ് നല്ലത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ താല്പര്യപ്രകാരം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.